ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു മുരിങ്ങാക്കോല് തീയല. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാന ഘടകം ആ തേങ്ങ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ വെച്ചിരിക്കുന്നത്. ഒരു വലിയ മുറി തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരിച്ചിരി ഉലുവാപ്പൊടി. അപ്പോൾ ഇതിൽ ഈ തേങ്ങ നമ്മൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ വറുത്തെടുക്കണം. തേങ്ങ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് പതുക്കെ റെഡിഷ് കളറാകും. അത് കഴിഞ്ഞിട്ട് അത് നല്ല ബ്രൗൺ കളറാകും വരെ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ക്ഷമ വേണ്ട ഭാഗം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് ഈ തേങ്ങയും ഉള്ളിയും കൂടെ ഇട്ട് ആദ്യം വറുക്കുക. പൊടിയൊക്കെ നമുക്ക് അവസാനം ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് മതി. നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ സിമ്മിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇത് വലിയ ഒരു മുറി തേങ്ങയാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നു. ക്ഷമ ആണ് പ്രധാനം. ഒരുമാതിരി ബ്രൗൺ കളറായി, ഇച്ചിരൂടെ ഒന്ന് ബ്രൗൺ കളറാകണം. ഇനി നമ്മൾ ഇതിലോട്ട് ആദ്യം തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് ഈ പൊടികൾ, ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരിച്ചിരി ഉലുവാപ്പൊടി. അപ്പോൾ ആദ്യം തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാനായിട്ട് വെക്കണം. ആറിക്കഴിഞ്ഞിട്ട് വേണം നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രൊസീഡിയർ കഴിഞ്ഞു. ക്ഷമയോടുകൂടി ഇത് വറുത്തെടുത്തു. ഇനിയുള്ളതെല്ലാം പെട്ടെന്ന് നമ്മുടെ തേങ്ങ പൊടികളൊക്കെ ചേർത്ത് വറുത്തെടുത്തിരിക്കും. ഇനി അത് ഇച്ചിരി ഒന്ന് ആറട്ടെ. ഇനി അടുത്ത പ്രൊസീഡിയറിലേക്ക് വേണ്ട സംഗതികൾ. നമ്മൾ ആ തേങ്ങ വറുത്തത് നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. കടുക്, വറതാളിക്കാനുള്ള കടുക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, ഇത്രയും വറതാളിക്കാൻ. നമ്മൾ സാധാരണ ഇതിൻ്റെ അകത്ത് ഇച്ചിരി വറ്റൻമുളക് ഇടാറുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ പച്ചമുളകുണ്ട്. നമ്മട്ട് ആ തേങ്ങ വറുത്തതിൻ്റെ അകത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും മുളകിടേണ്ട കാര്യമില്ല. മുരിങ്ങാക്കോല്, തക്കാളി, പുളിവെള്ളം. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ആദ്യം വറതാളിക്കാം. ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിട്ട്, നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ കൂട്ടത്തിൽ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല. ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ഉപ്പിട്ട് ആണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് വേപ്പില ഇടുക. നമ്മൾ സിമ്മിടുക, അതാണ് നല്ലത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനി ഉള്ളി ഇതിലോട്ടിടുക. 1 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. നമ്മൾ ആ അരപ്പ് ഒരു 3/4 കപ്പ് വെള്ളത്തിൽ കലക്കി തിളപ്പിക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ ഇതിലോട്ട് ചേർക്കുമ്പോൾ ഈ തിളച്ച വെള്ളം ചേർക്കുന്നതാണ് നല്ലത്. തക്കാളിയും മുരിങ്ങാക്കോലും ഇതിലോട്ട് ഇടുക. എന്നിട്ട് ചിക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം മൂടി വെക്കും. ഈ സമയത്തൊക്കെ നമ്മൾ സിമ്മിലായിട്ടിരിക്കുന്നു. ഈ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന നമ്മൾ ആ തേങ്ങ വറുത്തരച്ചത് തിളപ്പിക്കാൻ വെച്ചിരിക്കണം. അതിൻ്റെ അകത്ത് ഈ പുളിവെള്ളവും കൂടെ അങ്ങ് ചേർക്കാം. നമ്മുടെ തക്കാളിയൊക്കെ കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഈ തിളച്ച വെള്ളം
വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലോട്ട് കോരി ഒഴിക്കുക. ഇതിൽ നമ്മൾ ആ പുളി ആൾറെഡി ചേർത്ത് കഴിഞ്ഞു. ഇനി അതൊന്ന് കുറുകണം. അപ്പോൾ നമ്മുടെ തീയൽ ഏതാണ്ട് റെഡിയായി. ഇനി അതിൻ്റെ ഉപ്പ് നോക്കണം, പുളി നോക്കണം. ഇത് രണ്ടും റെഡിയാണെങ്കിൽ നമുക്ക് ഇറക്കി താഴെ വെക്കാം. അപ്പോൾ നമ്മുടെ തീയൽ റെഡിയായി. ഉപ്പ് കറക്റ്റാണ്, ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.